10 കൊല്ലമായി ബിസിനസ് തുടങ്ങിയിട്ട്, ഏകദേശം 2016. എന്നിട്ടൊരു 7 കൊല്ലമായി ശരിക്ക് സിസ്റ്റംസാണ് നമ്മളൊരു ബിസിനസ്സിൻ്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്നുള്ളൊരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. അത്രയും സമയം വൈകിയിട്ടുണ്ട്. ഇനീഷ്യലൊക്കെ ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് എൻ്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ആഡ് ഏജൻസി എന്നുള്ളൊരു താല്പര്യത്തിലൊക്കെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ സർവീസ് അതാണ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളൊരു ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെൻറ്റ് എടുത്ത് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റിയൊന്നും അവയർനെസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ കാര്യങ്ങൾ, അതേപോലെ തന്നെ റൂട്ടീൻ സെറ്റ് ചെയ്യുക, സിസ്റ്റംസ് ഉണ്ടാക്കുക, SOP ഉണ്ടാക്കുക, ഇതിനെ പറ്റിയൊന്നും ധാരണയില്ല. പിന്നീട് കുറേ ഇഷ്യൂസിലൂടെ കടന്നുപോയി പിന്നീട് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം, ബുക്സ് റീഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ സിസ്റ്റംസ് എന്നുള്ളൊരു സംഭവം ലൈഫിൽ വന്നത്. അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസിനെ പറ്റി കുറേ അന്വേഷിച്ചു. സോഹോ ഇങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ എന്താ പറയുക, സ്വന്തമായിട്ട് നമുക്ക് സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ആശയത്തിൽ നോഷൻ യൂസ് ചെയ്തിട്ട് കുറേ സിസ്റ്റംസ് നോക്കി, ക്ലിക്കപ്പ് നോക്കി, മൺഡേ, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ശ്രമം നടത്തി. പക്ഷേ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വർക്കാവണില്ല. എന്ത് ചെയ്തിട്ടും എന്താ പറയുക, ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ആവേശമായിരിക്കും, നമുക്ക് ഭയങ്കര ഡോപ്പമിൻ റിലീസായിരിക്കും, അടിപൊളി, നമ്മൾ സിസ്റ്റം ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ. പക്ഷേ ഇത് സിസ്റ്റമായി വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ടീം അത് ഡേ ടു ഡേ ലൈഫിൽ അത് യൂസ് ചെയ്യുകയും അവർക്ക് അതിൻ്റെ ഒരു ഉപകാരം കിട്ടുകയൊക്കെ വേണം. പക്ഷേ അത് പലപ്പോഴും നടക്കാതെ വന്ന സമയത്ത് ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, അത് പറഞ്ഞല്ലോ ഒരു എൻ്റെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത്. ഒരു 6 മാസമൊക്കെ വൃത്തിക്ക് നടക്കുകയും അത് ബേസ് ചെയ്തിട്ട് അനാലിസിസ് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെർഫോമൻസ് അളക്കാൻ പറ്റുകയും ആ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റുകയും ഈവൻ ഇൻസെൻറ്റീവ് പ്ലാൻ വരെ എത്തുക എന്നുള്ളൊരു ശരിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു സിസ്റ്റത്തിൻ്റെ സക്സസ് അതാണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ B2B ബിസിനസ്സുമാണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിനും ശരിക്ക് നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങിലാണെങ്കിലും ഡെവലപ്മെൻറ്റിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലീഡ്സോ അത് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റംസ് വേണം. അപ്പോൾ അവർ ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ടും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഷീറ്റ് ബേസ് ചെയ്തിട്ട് വേറെ കൂടുതൽ എഫേർട്ട് എടുക്കാതെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മളുടെ ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്യാം എന്നുള്ളത് ഇതിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒപ്പം കൂടിക്കോ, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം കൃത്യമായിട്ട് ആക്ഷനബിളായിട്ട് പഠിക്കാം.